ഒരു പാട്ടിന്റെ സ്റ്റാമ്പാ. ഏറ്റവും കണ്ണൂരാണ് ഏറ്റവും കാറ്റ് താരാട്ടും. നിങ്ങളെന്താ പാടാത്? കിളിമരത്തോണിയിൽ കണ്ണീളം പെൺമണി വാ. അതൊരു ഭംഗിയല്ലേ പാട്ട്. നൂതന ഗാനത്തിൽ യമുനാ തീരത്തിൽ മാരിവില്ലു പന്തലിട്ട ദുരചക്രവാളം മാടി മാടി വിളിക്കുന്നതറിഞ്ഞില്ലേ പഞ്ചശരൻ വളർത്തുന്ന പൈങ്കിളി പെണ്ണെ പിന്നെയും ഇണക്കുയിൽ പിണങ്ങിയല്ലോ വൃശ്ചികരാത്രി. ഇങ്ങനെ ഇരുന്നങ്ങ് സംസാരിച്ചപ്പോൾ പാട്ടിനെ പറ്റി പറഞ്ഞാലും എപ്പോഴും നീ പാട്ട് ഒരു ഭയങ്കര പ്രണയമാണത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട എല്ലാ പ്രണയങ്ങളെയും തിരിച്ചു പിടിക്കുന്ന പാട്ടിലൂടെയാണ്. കാരണം അതൊരു തരം അഡിക്ഷനാണ്. പക്ഷെ അത് നല്ല അഡിക്ഷനാണ്. കാരണം നമ്മൾ ഈ കലയുടെ മാർഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് നമുക്കിതൊക്കെ പറയാൻ പറ്റുന്നത്. കലയ്ക്ക് സംഗീതത്തിന് നമ്മോടൊപ്പം സംഗീതം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഇട്ടെറിഞ്ഞു പോയാലും സംഗീതം നമ്മൾ തിരിച്ചു പോകും. ലിസനൊക്കെ അറിയാം. അതായത് പാട്ട് പാടാൻ സിദ്ധിയുള്ള ആൾക്കാർ ഇതിൽ നിങ്ങളിലുണ്ടാവും, പച്ചനമ്മമാരിലുണ്ടാവും, സഹോദരിമാരിലൊക്കെ ഉണ്ടാവും. ഇത് ചെറുപ്പത്തിൽ ടാലൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ഏത് ജോലി തേടിപ്പോയാലും കുറേ കഴിഞ്ഞ് നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫിൽ ഈ സംഗീതം നമ്മളെ തിരിച്ചു വിളിക്കുകയും നമ്മളൊക്കെ പാട്ടുകാരിയാവുകയും ചെയ്യുന്ന കാലത്താണ് ജീവിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ തന്നെ ഗീതം സംഗീതത്തിലെ പാട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഗീതം സംഗീതത്തിൻ്റെ നമ്മുടെ അംഗങ്ങളുടെ ഒരു പരിപാടി നടക്കുമ്പോൾ ഇവിടുത്തെ ജനക്കൂട്ടം കണ്ടിട്ട് നമ്മുടെ റഷീദുമായിട്ട് ബ്രദർ പറഞ്ഞെന്താ വെച്ചാല് ബീവറേജ് ഇങ്ങോട്ട് മാറ്റുമെന്ന് വിചാരിച്ചു. കാരണം ആൾക്കാർ പാടാനുള്ള ആൾക്കാർ ബീവറേജസ് കോർപ്പറേഷൻ ആണല്ലോ ക്യൂ കണ്ടുപിടിച്ച സ്ഥലം. അപ്പോൾ ഈ സംഗീതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. എത്ര വലിച്ചെറിഞ്ഞാലും തിരിച്ചെത്തുന്ന സന്ധ്യയെന്ന് ആറ്റൂർ രവിവർമ്മ സാറ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്ര വലിച്ചെറിഞ്ഞാലും പ്രഭാതം പിറ്റേ ദിവസം വരും. എത്ര നമ്മൾ എന്താ പറയുക ഒഴിവാക്കിയാലും സന്ധ്യ നമുക്ക് വരും. എത്ര നമ്മൾ ഒഴിവാക്കിയാലും രാത്രി നമ്മോടൊപ്പം ഉണ്ടാവും, അല്ലേ? അതുകൊണ്ടാണല്ലോ കവി പറഞ്ഞത് രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പോ ഞാൻ. ഏറ്റവും വലിയ ഫിലോസഫിയാണ്. അതുപോലെയാണ് കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകില്ലോമനെ അടങ്ങുകില്ല. കടലിങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉള്ളിൽ വരിക. കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകില്ലോമനെ അടങ്ങുകില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫിലോസഫി വയലാറിൻ്റെ ഫിലോസഫിയാണ്. കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകില്ലോമനെ രാത്രി പകലിനോട് എന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ. അത് പാട്ടുകളിൽ അതിനെ നമ്മുടെ ഉള്ളിലേക്ക് എത്തിച്ച സലീൽ ദായെ പോലുള്ള എന്താ പറയേണ്ടത് ദേവരാജൻ മാസ്റ്ററെ പോലുള്ള ഗുരുക്കന്മാരെ ഒക്കെ കൊല്ലത്തിൽ 3 ദിവസം ഇവിടെ അവരുടെ മുഖം കാണിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. ഇങ്ങനെയും ചില ആചാര്യന്മാർ നമുക്ക് മുമ്പേ നടന്നു പോയിരുന്നു. ഇപ്പോൾ ഇതാ പുതിയ പുതിയ ആചാര്യന്മാർ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഇവിടെ നമ്മൾ നിൽക്കുന്നത് സംഗീതോത്സവത്തിൻ്റെ വേദിയിൽ. അറ്റത്ത് കാണുന്നത് സംഗീത പുസ്തകോത്സവം. ഉത്സവങ്ങളെല്ലാം തന്നെ എപ്പോഴും ഉണ്ടാവണം. ഉത്സവങ്ങൾ നമ്മളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. ഉത്സവങ്ങളിൽ പൂരങ്ങളും 10 ദിവസം നീണ്ടുന്ന ഉത്സവങ്ങളും പെരുന്നാളുകളും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം സംഗീതത്തിൻ്റെ പോയ്സൺ നമ്മുടെ ശരീരത്തിലുള്ളത് കൊണ്ട് അതൊരു ഗംഭീര പോയ്സനാണ്. ഒരിക്കലും നമ്മളെ കൊല്ലാത്ത പോയ്സനാണ് സംഗീതം. അതുകൊണ്ട് തന്നെ നമുക്ക് സംഗീതം വീണ്ടും വീണ്ടും ആസ്വദിക്കാം. ഹാർമണിയുടെ കുട്ടികളെല്ലാവരും തന്നെ ലോകോത്തര നിലവാരത്തിലുള്ള വലിയ കലാകാരന്മാരായി മാറട്ടെ. സംഗീതം കൊണ്ട് മനുഷ്യ മനസ്സുകളിൽ അലിവുണ്ടാക്കുന്നവരാവട്ടെ. മനുഷ്യനെ വീണ്ടും മനുഷ്യനെക്കാൻ കഴിയുന്നവരാവട്ടെ. നേരത്തെ അധ്യക്ഷൻ പറഞ്ഞ പോലെ സാമുദായികവും രാഷ്ട്രീയവുമായിട്ടുള്ള എല്ലാ ചേരിതിരിവുകൾക്കും അപ്പുറത്ത് വിശ്വത്തിൻ്റെ ഏറ്റവും വലിയ ഭാഷയായി ഒരു വലിയ എന്താ പറയേണ്ടത് തിങ്കൾക്കലയുടെ അത്ര ഉയരത്തിൽ നിൽക്കുന്ന സംഗീതം നീണാൾ വാഴട്ടെ എന്ന് ഹൃദയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഹാർമണി സംഗീതോത്സവത്തിന് ഹൃദയം നിറഞ്ഞ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്നുള്ള എൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.